നമസ്കാരം സുഹൃത്തുക്കളെ. ശതമാനവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു വീഡിയോ കണ്ട ഒരു സുഹൃത്ത് എന്താണ് ശതമാനം എന്ന് ഒരു സംശയം ചോദിക്കുകയുണ്ടായി. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്താണ് ശതമാനമെന്ന് ഞാൻ വളരെ ലഘുവായി വളരെ സിമ്പിളായി പറഞ്ഞു തരാം. ശതമാനം എന്ന് പറയുന്നത് ശതം മാനം എന്ന രണ്ട് വാക്കുകൾ കൂടിച്ചേർന്ന വാക്കാണെന്ന് നമുക്കറിയാം. ശതം എന്ന് പറഞ്ഞാൽ 100, മാനം എന്ന് പറഞ്ഞാൽ അളവ്, ശതമാനം എന്ന് പറഞ്ഞാൽ 100-ൽ എത്ര എന്ന അളവ്. അതായത് 100-ൽ എത്ര എന്ന് പറയുന്നതാണ് ശതമാനം. ഇപ്പോൾ 100-ൽ 10 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 10% മാർക്ക് കിട്ടിയെന്നാണ് അർത്ഥം. 10%. 100-ൽ 10 എന്ന് പറഞ്ഞാൽ 10%, 100-ൽ 50 എന്ന് പറഞ്ഞാൽ 50%, 100-ൽ 25 എന്ന് പറഞ്ഞാൽ 25%, 100-ൽ 90 എന്ന് പറഞ്ഞാൽ 90%, 100-ൽ 100 എന്ന് പറഞ്ഞാൽ 100% മുഴുവനും. ഇനി അതിൻ്റെ ഒരു ലഘു വിവരണം ഞാൻ എഴുതി കാണിക്കാം. ശതമാനം 100-ൽ 10 എന്ന് പറയുന്നതിന് 10% എന്ന് പറയും. 100-ൽ 25 എന്ന് പറയുന്നതിന് 25% എന്ന് പറയും. 100-ൽ 80 എന്ന് പറയുന്നതിന് 80% എന്ന് പറയാം. 100-ൽ 100 എന്ന് പറഞ്ഞാൽ 100% എന്ന് നമുക്ക് പറയാം. 50-ൻ്റെ 25% എത്ര എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. 50 × 100-ൽ 25 സമം, ഇവിടെ 0-ഉം 0-ഉം ക്യാൻസലായി പോവും. 5 × 25 125, 125 ഭാഗം 10 സമം 12.5. അതായത് 125-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി ദശാംശം ഇട്ടാൽ മതി. അപ്പോൾ 50-ൻ്റെ 25% എന്ന് പറയുന്നത് 12.5. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. 500-ൻ്റെ 30% സമം 500 × 30/100. ഇങ്ങനെ വരുമ്പോൾ 2 0-ഉം 2 0-ഉം ക്യാൻസലായി പോകും. ബാക്കി 5 × 30 സമം 150. അപ്പോൾ 500-ൻ്റെ 30% എന്ന് പറയുന്നത് 150 ആണ്. 750-ൻ്റെ 50%, 750 × 50% എന്ന് പറയുമ്പോൾ 100-ൽ 50. അപ്പോൾ നമ്മൾ നോക്കിയാൽ 0-ഉം 0-ഉം ക്യാൻസലാകും, ഈ 0-ഉം ഈ 0-ഉം ക്യാൻസലാകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 75 × 5. 75 × 5 എന്ന് പറയുന്നത് 375. എങ്ങനെയാണ് 75-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 375 എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിച്ചതെന്നറിയാമോ? നമ്മൾ 75-നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 75 × 5. 75-നെ 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 750. 750-ൻ്റെ പകുതി 75 × 5 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി 750 രൂപയുടെ പകുതി 375 രൂപ. ഏതെങ്കിലും ഒരു സംഖ്യയുടെ പകുതി എടുക്കാൻ പറഞ്ഞാൽ പ്രയാസമുണ്ടെങ്കിൽ അത് രൂപയായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എത്ര രൂപയാണെന്ന് മനസ്സിലാകും. 750 രൂപയുടെ പകുതി 375. അപ്പോൾ 750-ൻ്റെ 50% 375. ശതമാനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.